നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്ത, 79ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച് രാജ്യം. ആണവ ഭീഷണി ഉയർത്തിയ പാകിസ്ഥാന് ചുട്ട മറുപടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗം. രാജ്യത്തെ യുവാക്കൾക്കും ഇടത്തരക്കാർക്കുമായി പ്രധാനമന്ത്രി പദ്ധതികളും പ്രഖ്യാപിച്ചു. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ത്രിവർണ പതാക ഉയർത്തിയതോടെയാണ് രാജ്യത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. ആണവ ഭീഷണി തുടർന്നാൽ ലക്ഷ്യങ്ങൾ സായുധസേന തീരുമാനിക്കുമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പാകിസ്ഥാന് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. 22 तारीख के बाद हमने हमारे सेना को खुली छूट दे दी. रणनीति वो तय करे, लक्ष्य वो तय करे. सैकड़ों किलोमीटर दुश्मन की धरती पर घुस करके സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കില്ല. അമേരിക്കയുടെ തീരുവ യുദ്ധത്തിന് സ്വാശ്രയത്വത്തിലൂടെ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രസംഗത്തിൽ വൻ പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നടത്തി. ദീപാവലി സമ്മാനമായി ഉത്പന്നങ്ങൾക്ക് വില കുറയ്ക്കുന്ന GST പരിഷ്കരണം പ്രഖ്യാപിച്ചു. യുവാക്കൾക്കായി 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി വീക്ഷിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് ഇന്ന് തുടക്കമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1 മണിക്കൂറും 44 മിനിറ്റുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ചെങ്കോട്ടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നു ഇത്തവണത്തേത്. 24 ഡൽഹി. RSSനെ പ്രകീർത്തിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം വിവാദത്തിൽ. സ്വാതന്ത്ര്യ സമര പോരാളികളെ അപമാനിക്കുന്നതാണ് പ്രസംഗമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ചെങ്കോട്ടയിലെ ആഘോഷത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പങ്കെടുക്കാത്തതിൽ BJP വിമർശനവുമായി എത്തി. एक संगठन का जन्म हुआ, राष्ट्रीय स्वयंसेवक संघ. व्यक्ति निर्माण से राष्ट्र निर्माण के संकल्प को लेकर के 100 साल तक मां भारती का कल्याण का लक्ष्य लेकर के लक्षावधि स्वयंसेवकों ने मातृभूमि के कल्याण के लिए अपना जीवन समर्पित किया. ചെങ്കോട്ട പ്രസംഗത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ RSS പ്രശംസ. RSSന്റെ 100 വർഷം നിസ്വാർത്ഥ സേവനത്തിന്റെ കാലമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. RSSനെ പ്രകീർത്തിച്ചുള്ള പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ബ്രിട്ടീഷുകാർക്കെതിരെ RSS പൊരുതിയിട്ടില്ലെന്നും യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാളികളെ അപമാനിക്കുന്നതാണ് പ്രസംഗമെന്നും കോൺഗ്രസ് ലോക്സഭാംഗം മാണിക്യം ടാഗോർ പറഞ്ഞു. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പങ്കെടുക്കാത്തതിനെ വിമർശിച്ച് BJPയും രംഗത്തെത്തി. അതിനിടെ പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ സ്വാതന്ത്ര്യദിന പോസ്റ്ററും വിവാദമായി. ഗാന്ധിജിയുടെ ചിത്രത്തിന് മുകളിൽ സവർക്കറിന്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയാണ് മന്ത്രാലയം പോസ്റ്റർ ഇറക്കിയത്. നീക്കം യാദൃശ്ചികമല്ല, കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. 24 ഡൽഹി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കൾ പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. ജനാധിപത്യവും മതേതരത്വവും ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം. ജാതി മതാതി വേർതിരിവുകൾക്കെല്ലാം അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമയാണ് ഇന്ത്യ എന്ന വികാരത്തിന്റെ അടിത്തറ. മതനിരപേക്ഷത, ജനാധിപത്യം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങളും പരിരക്ഷിച്ച് ശക്തിപ്പെടുത്തി നാം മുൻപോട്ടു പോകും. ജില്ലകളിൽ വിവിധ മന്ത്രിമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വോട്ടർ പട്ടിക ക്രമക്കേട്, കന്യാസ്ത്രീകളുടെ അറസ്റ്റ് തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രിമാരുടെ പ്രസംഗം. രാജ്യത്തെ മതസ്വാതന്ത്ര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ക്രൈസ്തവ സഭാ നേതാക്കളുടെ സ്വാതന്ത്ര്യദിന സന്ദേശം. ഇത്രയും വിസ്തൃതമായ, ഇത്രയും വ്യത്യസ്തമായ ഒരു രാജ്യം ത്രിവർണ പതാകയ്ക്ക് കീഴിൽ ഒന്നിച്ച് കരം കൂപ്പുമെങ്കിലേ അത് അഭിമാനത്തിൻ്റെ ഒരു വലിയ അടയാളമാണ്. സ്വാതന്ത്ര്യദിനം നമുക്ക് നൽകുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം അച്ചടക്കമാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. അലാസ്കയിൽ നിർണായക ചർച്ച. അമേരിക്ക
അമേരിക്കയിലെ അലാസ്കയിലെ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയോടെ ലോകം. ഇന്ത്യൻ സമയം രാത്രി 12:30 അലാസ്കയിലെ ആങ്കറേജിലെ നിർണായക കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അലാസ്കയിലേക്ക് പുറപ്പെട്ടു. അലാസ്കയിലെ ആങ്കറേജിൽ നിന്ന് 24 പ്രതിനിധി മധു കൊട്ടാരക്കരയുടെ റിപ്പോർട്ടിലേക്കാണ് ഇനി. യുക്രൈനിൽ സമാധാനം കൊണ്ടുവരുവാനും അവിടുത്തെ യുദ്ധം പറഞ്ഞ് അവസാനിപ്പിക്കാനുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ടുള്ള ഉച്ചകോടിയുടെ അവസാന തയ്യാറെടുപ്പുകൾ ഇവിടെ അലാസ്കയിലെ ആങ്കറേജിലെ സൈനിക കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെയാണ് വാഷിംഗ്ടണിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് യാത്ര തിരിക്കുന്നത്. 11 മണിയോടുകൂടി വ്ളാദിമിർ പുടിനും ഇവിടെ എത്തും. 11:30 ഇരുവരും തമ്മിലുള്ള ചർച്ച ഒരു അടച്ചിട്ട മുറിയിൽ നടക്കുക. മറ്റാർക്കും അവിടെ പ്രവേശനമില്ല. ഒരു വലിയൊരു സംഘം ഉദ്യോഗസ്ഥർ പുടിനോടൊപ്പം ഉണ്ടാകും. ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തും അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു പട തന്നെ ഉണ്ടാകും. ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് 3:30 രണ്ട് നേതാക്കളും ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്യും. വ്ളാദിമിർ പുടിൻ ഇന്ന് വലിയ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ സമാധാനം തിരിച്ചു കൊണ്ടുവരാനും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതും അതുപോലെ യൂറോപ്യൻ മേഖലയിൽ സമാധാനം കൊണ്ടെത്തിക്കാനും ലോകത്തെമ്പാടും സമാധാനം കൊണ്ടുവരാനും ട്രംപ് ശ്രമിക്കുന്നുണ്ടെന്ന് എടുത്തു പറയുകയുണ്ടായി. അതേസമയം ഈ ചർച്ചയിൽ വലിയ പ്രതീക്ഷയാണ് ഡൊണാൾഡ് ട്രംപ് വെച്ച് പുലർത്തുന്നത്. ഈ ചർച്ച ഇല്ലാതാകുവാനുള്ള സാധ്യത 25% മാത്രമാണ് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊരു ചെസ് ഗെയിം പോലെയാണെന്നാണ് പറയുന്നത്. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞാൽ ഒരു ത്രികക്ഷി ചർച്ച സെലൻസ്കിയും കൂടെ ഉൾപ്പെടുത്തി ആയിരിക്കും നടത്തുക. അതോടുകൂടി യുക്രൈനിൽ ഒരു ശാശ്വത പരിഹാരം എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. അലാസ്കയിലെ ആങ്കറേജിലെ വൈറ്റ് ഹൗസ് മീഡിയ റൂമിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. 2 മാസമായി ശമ്പളമില്ലെന്ന് ആരോഗ്യമന്ത്രിയോട് പരാതി പറയാനെത്തിയ താത്കാലിക ജീവനക്കാർക്കെതിരെ കേസ്. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കെതിരെയാണ്. സംഘം ചേർന്ന് ബഹളം വച്ചെന്നും സംഘർഷ സാധ്യതയുണ്ടാക്കിയെന്ന പേരിലും കേസെടുത്തത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KK അനിൽരാജിന്റെ പരാതിയിലാണ് നടപടി. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാണ്. 2 മാസമായി ശമ്പളമില്ല. ആ വിഷമം ആരോഗ്യമന്ത്രിയോട് പറയാനെത്തിയപ്പോൾ പോലീസ് കേസുമായി. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരുടെ അവസ്ഥയാണിത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയത്. ശേഷം നിപ ബാധിച്ചയാളെ സന്ദർശിക്കാനായി എത്തിയപ്പോൾ മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർ ശമ്പളമില്ലാത്ത വിഷമം പറയാൻ ശ്രമിച്ചു. മന്ത്രിയെ അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ CPIM പ്രവർത്തകരും ശ്രമിച്ചതോടെ ബഹളമായി. ഈ സംഭവത്തിലാണ് താൽക്കാലിക ജീവനക്കാർക്കെതിരെ കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിൽ മഞ്ചേരി പോലീസ് കേസെടുത്തത്. കേസെടുത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 200ഓളം താൽക്കാലിക ജീവനക്കാർക്കാണ് 2 മാസമായി ശമ്പളമില്ലാത്തത്. 24 മലപ്പുറം. ചരിത്രം കുറിച്ച അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ തിരഞ്ഞെടുപ്പ്. ഇതാദ്യമായി അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റായി ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും വിജയിച്ചു. ഹേമ കമ്മിറ്റിക്ക് നന്ദി എന്നായിരുന്നു WCCയുടെ പ്രതികരണം. വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും കൊണ്ട് സജീവമായ തെരഞ്ഞെടുപ്പിനൊടുവിൽ അമ്മയുടെ തലപ്പത്ത് വനിതകൾ. വാശിയേറിയ തെരഞ്ഞെടുപ്പിനൊടുവിൽ ദേവനെ 27 വോട്ടിന് തോൽപ്പിച്ച് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. യു ക്യാൻ സീ ഇറ്റ്. തീരെ പ്രതീക്ഷിക്കാതെ ഇത് കട്ടുകട്ട. എന്നെ സംബന്ധിച്ച് ഇത് മത്സരമാണെങ്കിലും നമ്മൾ സ്ത്രീകൾ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് അമ്മ ഒഫീഷ്യൽ അമ്മയായി. കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി. 57 വോട്ടിന് രവീന്ദ്രനെ തോൽപ്പിച്ചു. നല്ല മത്സരമായിരുന്നു. പക്ഷേ ഇത് എൻ്റെ മാത്രമല്ല വിജയം, അമ്മയുടെ വിജയമാണ്. അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ലോകത്ത് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ മേഖലകളിൽ അറിയാലോ. ആ മാറ്റം അമ്മയിലും വരും. അത്രയാണ്. വൈസ് പ്രസിഡന്റായി ലക്ഷ്മിപ്രിയയും ജയൻ ചേർത്തലയും തെരഞ്ഞെടുക്കപ്പെട്ടു. ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഉണ്ണി ശിവപാലാണ് ട്രഷറർ. 4 വനിതകൾ ഉൾപ്പെടെ 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. പുതിയ അംഗങ്ങൾക്ക് ദേവൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 506 അംഗങ്ങളിൽ 296 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മോഹൻലാലും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ മമ്മൂട്ടി, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, ആസിഫ് അലി, ഇന്ദ്രജിത്ത്, നിവിൻ പോളി എന്നിവർ വോട്ട് ചെയ്യാൻ എത്തിയില്ല. പേരിന്റെ ഇടയ്ക്ക് വീണ കുത്തുകൾ മായ്ച്ചു കളയാനുള്ള കരുത്ത് അവരുടെ കൈകൾക്കുണ്ടാകട്ടെ
എന്നാഗ്രഹിക്കുന്നുവെന്നായിരുന്നു ദീദി ദാമോദരന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. 24 കൊച്ചി. അമ്മയുടെ പുതിയ ഭാരവാഹികൾക്ക് വിജയാശംസ നേർന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ സ്ത്രീ ഭരണം മലയാള സിനിമയ്ക്ക് നല്ല കാലം കൊണ്ടുവരും എന്ന് മന്ത്രി പറഞ്ഞു. എല്ലാവിധമായ ഭാവുകങ്ങളും വിജയാശംസകളും ഞാൻ നേരുകയാണ്. സ്ത്രീ ഭരണം വരട്ടെ, ഒരു നല്ല കാലം മലയാള സിനിമയ്ക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് പുരുഷന്മാരാരും മോശമായിട്ടല്ല. ശ്വേതയ്ക്കൊപ്പമെന്ന് ദേവൻ പ്രതികരിച്ചു. ഞാൻ എൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണാൻ ഇതിനെ, കാരണം ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ്. കാരണം ഒരു ഫൈറ്റ് വേണം. നമ്മൾ ഏത് ആണായാലും പെണ്ണായാലും നമ്മൾ വിജയിക്കുന്നത് ഒരു ഫൈറ്റിലൂടെയാണ്. അല്ലാണ്ട് നമ്മൾ ഒരു പുരുഷൻ ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു സീറ്റിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ കൊണ്ട് ഇരുത്തലല്ല ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് റിസർവേഷനാണ്. സ്ത്രീക്ക് റൈറ്റ് ഉണ്ട്. ഈ സ്ത്രീ റിസർവേഷൻ ആക്ടിനൊക്കെ പകരം സ്ത്രീ റൈറ്റ് ആക്ട് എന്ന് പറയണം. എല്ലാ സ്ത്രീകൾക്കും റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് അവർ വാങ്ങിയെടുക്കേണ്ടത് ഒരു ഔദാര്യമോ ഒരു ദയോ കൊണ്ടാവരുത് എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. അതേസമയം കുക്കു പരമേശ്വരനെതിരായ മെമ്മറി കാർഡ് ആരോപണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രിയങ്കയുടെ പ്രതികരണം. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഉഷാ ഹസീനയും പറഞ്ഞു. അമ്മ നന്നായി മുന്നോട്ട് പോട്ടെ. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അമ്മയിൽ തന്നെ തീർക്കും. അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, ഒരു ഭയങ്കര ശക്തിയായിട്ട് തന്നെ അമ്മ മുന്നോട്ട് വരുന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഒരുപാടൊന്നും പറയാനില്ല. എന്തായാലും അമ്മയുടെ ഒപ്പം തന്നെയാണ്. അമ്മയിലുള്ള വിഷയങ്ങൾ അമ്മയെ തന്നെ തീർക്കണം. പുറത്തുള്ള വിഷയങ്ങൾ ഞങ്ങൾ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വളരെ ഹാപ്പിയിലാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ ഈ അമ്മയ്ക്ക് സാധിക്കുന്ന ഉറപ്പായി. നേരത്തെ ഞാൻ ആരോപിച്ച ആരോപണങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും അമ്മയിൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനുള്ള തീരുമാനം അമ്മയിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടാവും. ചർച്ചയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ തീരുമാനം അമ്മയിൽ അവരുടെ അടുത്ത കമ്മിറ്റിയുടെ ആദ്യത്തെ അജണ്ട തന്നെ അത് തന്നെയായിരിക്കും. അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരിക എന്നുള്ളതാണ്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസിലെ ഗൂഢാലോചനയെന്ന് ADGP MR അജിത് കുമാറിന്റെ മൊഴി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം PV അൻവറിനെ കണ്ടുവെന്ന് അജിത് കുമാറിന്റെ മൊഴിയിലുണ്ട്. മൊഴിപ്പകർപ്പ് 24-ന് ലഭിച്ചു. പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർന്നതുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് PV അൻവർ സ്ഥിരീകരിച്ചു. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് അതിരൂക്ഷ വിമർശനത്തോടെ കോടതി തള്ളിയതിന് പിന്നാലെയാണ് MR അജിത് കുമാറിന്റെ മൊഴി വിവരങ്ങളുടെ പകർപ്പ് പുറത്തുവന്നത്. PV അൻവറുമായി സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് അനുനയ ചർച്ച നടത്തിയെന്നാണ് മൊഴി. അൻവർ ഉന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു. തനിക്കെതിരായുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ ഗൂഢാലോചനയെന്നും തനിക്കെതിരായ വ്യാജരേഖകൾ ചമച്ചത് പോലീസിൽ നിന്നെന്നും അജിത് കുമാർ മൊഴിയിൽ ആരോപിക്കുന്നുണ്ട്. അന്വേഷണം വേണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു. ആരോപണം ഉന്നയിച്ചത് PV അൻവറിന്റെ വഴിവിട്ട ഇടപാടുകൾക്ക് വഴങ്ങാത്തതിനാലാണെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. അതേസമയം വയർലെസ് സന്ദേശം ചോർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു കൂടിക്കാഴ്ചയെന്നും പച്ചക്കള്ളം പറഞ്ഞ അജിത് കുമാർ ഷാജൻ സ്കറിയെ രക്ഷിച്ചുവെന്നും PV അൻവർ. അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ കള്ളത്തരം, അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനലിനായി പറഞ്ഞ് ഞാൻ ഇപ്പോഴും ആളുന്നില്ല. എന്തിനാണ് ഈ ചങ്ങാതിയെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും താങ്ങി നിർത്തുന്നത്? പോലീസിനെ നിയന്ത്രിക്കുന്നത് ഉപജാപക സംഘമെന്ന പ്രതിപക്ഷം. കേരളത്തിലെ പ്രതിപക്ഷം നിരവധി നാളുകളായി ഗൗരവത്തോടുകൂടി സർക്കാരിനെതിരായും പോലീസ് ഭരണത്തിനെതിരായും ഉന്നയിച്ചൊരാക്ഷേപമുണ്ട്. മുഖ്യമന്ത്രിയല്ല പോലീസ് ഭരിക്കുന്നത്, ഉപജാപക സംഘമാണ് എന്നാണ് പറഞ്ഞത്. ആ പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൽ അടിവരയിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ജഡ്ജിമെന്റ്. ഫ്ളാറ്റ് മറച്ചു വിറ്റ് ലാഭം നേടിയിട്ടില്ലെന്നും വീട് നിർമ്മിക്കുന്നത് ഭാര്യാപിതാവ് നൽകിയ ഭൂമിയിലാണെന്നും മൊഴിയിൽ അജിത് കുമാർ പറയുന്നു. 24 തിരുവനന്തപുരം. ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുക ഗാന്ധിയൻ ആശയങ്ങളുടെ ആധാരശിലകളിൽ ഒന്നാണ്. ഇന്നും ആ ആശയത്തെ ശക്തമായി പിന്തുടരുന്ന ഒരിടമുണ്ട് മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിൽ. ഒരു ഗ്രാമത്തെ ആകെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ തുടങ്ങിവെച്ച മാതൃകാ കേന്ദ്രമുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല ഗാന്ധിയൻ ആശയങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരിടത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. റായ്ഗഡ് ജില്ലയിലെ താരാഗാവിലുള്ള യൂസഫ് മെഹ്റലി സെൻറ്ററിലേക്ക്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന യൂസഫ് മെഹ്റലിയുടെ ഓർമ്മകൾക്ക് വേണ്ടി 1966 ഈ സെൻറ്റർ ഇവിടെ തുടങ്ങുന്നത്. ഈ നാട്ടിലെ ഗ്രാമങ്ങളിലെ ജനതയെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നേരിട്ട് നടന്നു കാണാം. മൺപാത്ര നിർമ്മാണം, സോപ്പ് നിർമ്മാണം, ഓയിൽ, എണ്ണകളുടെ നിർമ്മാണം, മരപ്പണികൾ, അങ്ങനെ ഇവിടുത്തെ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള തൊഴിൽ
അത് പഠിപ്പിക്കുന്നതും ഒപ്പം തന്നെ ആ തൊഴിൽ കൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയുമാണ് ഈ സെൻറ്റർ പ്രാഥമികമായി ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയുള്ള ഒരു എണ്ണ നിർമ്മാണ യൂണിറ്റിലേക്ക്, ഈ ക്യാമ്പസിനകത്തുള്ള ഒരു യൂണിറ്റിലേക്ക് നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ ഒന്ന് കാണാം. ഇവിടെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താര സുപ്രീം എന്ന പേരിലുള്ള ഒരു ബ്രാൻഡിലാണ് ഇവർ വെളിച്ചെണ്ണ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. ഇവിടെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായും വിൽപ്പന നടക്കുന്നതും. ഇപ്പോൾ ഇവിടെ നിലക്കടലയാണ്, ഈ നിലക്കടലിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ സ്ത്രീകൾ തന്നെയാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നതും. കിतना यूनिट है इसका? हमारे ऑयल घानी के 6 यूनिट हैं और ये 6 यूनिट 25 सालों से ये चल रहा है यहाँ पे। ये उद्देश्य ये है कि जो गांव के लोग हैं वो शहरों पे डिपेंड ना हो जाएं। കളിമണ്ണ് കൊണ്ട് പാത്രങ്ങളും ശില്പങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന ഇടത്തേക്ക്, ആ യൂണിറ്റിലേക്ക് നമ്മൾ എത്തി. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് ഗണേശോത്സവം മുംബൈയിൽ വരാൻ പോവുകയാണ്. ഗണപതി വിഗ്രഹങ്ങൾ കൂടുതലായി ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അത്തരം ചില ഭംഗിയുള്ള ഗണേശ വിഗ്രഹങ്ങളാണിത്. ഇത് നിർമ്മിക്കുന്ന ഒരു കലാകാരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കിतना दिन करना पड़ता है ये सब? अभी 4 महीने से हमारा चालू है. बाकी का गणपति को होने के बाद वो दिवाली का चालू करता है. खाली अभी 4 ही महीना करता है, बाकी का पॉटरी का करता है. हाँ, तो इको फ्रेंडली का हमारा कोरोना से ही ऑर्डर चालू है, तब से ही चालू हो रहे हैं. 4, 5, 6 साल हो गए. മരപ്പണി യൂണിറ്റിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ പുതിയ ഫർണിച്ചറുകളേക്കാൾ കൂടുതലായി നഗരങ്ങളിൽ ഉപേക്ഷിക്കുന്ന പഴയ ഫർണിച്ചറുകൾ ഇവിടെ എത്തിച്ച് അത് മോടി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ പുതിയ രീതിയിൽ അതിനെ മാറ്റിയെടുക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. അതിന് ഒരു പുനരുപയോഗ സാധ്യത കണ്ടെത്തുകയാണ്. സോപ്പ് നിർമ്മാണ യൂണിറ്റിലാണ്. ശക്തമായ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ഇവിടുത്തെ ജോലികൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതായാലും നമുക്ക് അവർ പുറത്തിറക്കുന്ന സോപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇത് നീം സോപ്പ് കുത്തർ എന്ന ബ്രാൻഡിൽ അവർ ഇറക്കുന്നു. ഒപ്പം തന്നെ ചന്ദനം, മറ്റു പല ഫ്ലേവറുകളും ഇവിടെയുണ്ട്. ഇത് ഇവിടുത്തെ ഒരു പ്രധാനി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ये बनाते हैं लेकिन इसका बेस नहीं मिलता है. ये बेस जो है ये हम खुद यहाँ पे बनाते हैं. नीम ऑयल परचेस करते हैं मार्केट से. फिर एक बॉयलर है, वो बॉयलर में उसको इसका बेस बनाते हैं. बेस बनाने के बाद फिर से ये नीम के ऊपर प्रोसेस किया जाता है. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജയിൽവാസം അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഓഫ് മുംബൈ എന്ന പേരിൽ. അവരാണ് യഥാർത്ഥത്തിൽ യൂസഫ് മെഹ്റലി സെൻറ്ററിന് പുറകിൽ. ആ സംഘത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത് 102 വയസ്സുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ജി പാരിഖാണ്. मैं उस ज़माने में पैदा हुआ जब चारों तरफ आज़ादी की लड़ाई का वातावरण था. तो मेरे जैसे हजारों लोग गांधी जी और उनके जैसे बड़े नेताओं की वजह से प्रेरित हुए और आज़ादी के बारे में सोचने लगे. एक हम कुछ तरीके से गरीब हुए. അങ്ങനെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുക എന്ന ഗാന്ധിയൻ ആശയത്തെ മുറുകെ പിടിക്കുന്ന ഈ കേന്ദ്രത്തിന്റെ നല്ല കാഴ്ച കൂടിയാവട്ടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ. റായ്ഗഡിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഡൽഹിയിൽ ഹുമയൂണിന്റെ ശവകുടീരത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ അപകടം. ശവകുടീരത്തിന്റെ താഴികക്കുടത്തിന്റെ ഭാഗമാണ് തകർന്നു വീണത്. 5 പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഏറ്റവും പുതിയ വിശദാംശം എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എങ്ങനെ?
അനുജ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നിസാമുദ്ദീൻ, ഡൽഹി നിസാമുദ്ദീൻ ഭാഗത്തെ ഹുമയൂണിൻ്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട ഇടത്താണ്. ഇവിടെ ഹുമയൂൺ ശവകുടീരം സ്ഥിതി ചെയ്യുന്നതിൻ്റെ സമീപത്തെ ദർഗയ്ക്ക് സമീപമുള്ള വിശ്രമ മുറിയിലാണ് ഇന്ന് 3:55 ഇത്തരമൊരു അപകടമുണ്ടായിരിക്കുന്നത്. ആ വിശ്രമ മുറിയുടെ മേൽക്കൂരയും ചുമരും തകർന്നു വീഴുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. മഴയെ തുടർന്ന് ആളുകൾ ഇതിനുള്ളിൽ കയറി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത്. നിലവിൽ 12ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ഇതിൽ 5 പേർ മരിച്ചതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ പരിക്കേറ്റ് രക്ഷപ്പെടുത്തിയ ആളുകളെ എയിംസിലേക്കും LNJP ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും NDRFൻ്റെയും അഗ്നിരക്ഷാ സേനയുടെയും നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും ഇവിടെ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി തന്നെ ഡൽഹിയിൽ ശക്തമായ മഴ നിലനിൽക്കുന്നുണ്ട്. ഈ മഴ കാരണം ഈ കെട്ടിടത്തിനൊരു ബലക്ഷയം ഉണ്ടായതായിരിക്കാം എന്നാണ് നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തക സംഘം ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തുന്നത്. എന്തായാലും ഇന്ന് 3:55 ഈ അപകടം ഉണ്ടായത്. അത്യാവശ്യം കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമായിരുന്നു. എന്തായാലും മഴയെ തുടർന്ന് ശക്തമായ മഴ നിലനിന്നതിന് കാരണം ഒരു ബലക്ഷയമാണ് ഈ കെട്ടിടത്തിന് ഉണ്ടായത് എന്നാണ് നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത്. അനുജ, ഡൽഹിയിൽ ഹുമയൂണിന്റെ ശവകുടീരത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണാണ് 5 പേർ മരിച്ചുവെന്ന റിപ്പോർട്ട് ഇപ്പോൾ വരുന്നത്. 12 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് വിവരം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 4 മണിയോടെയായിരുന്നു അപകടം. മലയാള സംഗീത ലോകത്തെ അതുല്യ പ്രതിഭകൾ ഒരൊറ്റ വേദിയിൽ ഒന്നിക്കുന്ന ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് നാളെ. കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നാളെ വൈകിട്ടാണ് പരിപാടി. സൗജന്യ പ്രവേശന പാസ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ 24 ഫ്ലവേഴ്സ് ഓഫീസിൽ നിന്നും ഓൺലൈനായും സ്വന്തമാക്കാം. മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഗീത താര സംഗമമാണ് നാളെ കോഴിക്കോട് നടക്കുക. ഫീസില്ലാതെ എല്ലാവർക്കും പ്രവേശനമെന്നതാണ് പരിപാടിയുടെ പ്രത്യേകത. വിവിധ വിഭാഗങ്ങളിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച സംഗീത പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ താരങ്ങളെത്തും. നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഷോയാണ് നമ്മളിതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ സിസിറാമാണ്. പുള്ളി കുറേ കാലത്തിന് ശേഷം കേരളത്തിലേക്ക് വരുന്നു. ഇത്രയും വലിയൊരു പോപ്പുലാരിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് അതൊരു നല്ല അട്രാക്ഷനാണ്. സിനിമയ്ക്ക് പുറത്തുള്ള സംഗീതത്തിനെ നമ്മൾ ആദരിക്കുന്നുണ്ട്. പ്രശസ്ത പിന്നണി ഗായകരായ ശ്രീറാം, മധു ബാലകൃഷ്ണൻ, ഹരിശങ്കർ, സിതാര കൃഷ്ണകുമാർ, വൈക്കം വിജയലക്ഷ്മി, സൂരജ് സന്തോഷ്, ശിവാംഗി കൃഷ്ണകുമാർ, സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ, ജയ്ക് ബിജോയ്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ദീപു നൈനാൻ തോമസ്, വിനായക് ശശികുമാർ തുടങ്ങിയവർ സംഗീത നിശയ്ക്ക് മാറ്റുകൂട്ടും. വൈകിട്ട് 6 മുതൽ സംഗീത വിരുന്ന് ആരംഭിക്കും. സൗജന്യ പ്രവേശന പാസ് എരഞ്ഞിപ്പാലത്തെ 24 ആൻഡ് ഫ്ലവേഴ്സ് ഓഫീസിൽ നിന്നും ഓൺലൈനായും സ്വന്തമാക്കാം. 24 കോഴിക്കോട്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇതോടെ വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.